ഇന്ന് നല്ല പഴുത്ത കോട്ടൂക്കോണം മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ മാങ്ങയാണ്, വീട്ടിൽ പഴുപ്പിച്ചതാണ്. അപ്പോൾ ഞാനത് മേടിച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് എല്ലാവരും ഈ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ അതുപോലെ കഴിക്കും, അല്ല പച്ച മാങ്ങയാണെങ്കിൽ ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴുത്ത മാങ്ങയെ ഒന്ന് നമ്മൾ ഓയിലൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചില മസാലകളൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണേ. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുവാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. തൊലി കളയുന്നില്ലേ, തൊലി കളയാത്തതിന് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് മേടിച്ച മാങ്ങയാണ്, അതുകൊണ്ടാണ് തൊലി കളയാത്തത് കേട്ടോ. അതുപോലെ തന്നെ ഇട്ടതാ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുവാണേ. ഇത് നല്ല ചോറിൻ്റെ കൂടെ വേണം കഴിക്കാൻ. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്, അല്പം ഉപ്പും കൂടി ചേർക്കുക. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. എന്നിട്ട് ഇതാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.